ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പമ്മ ഇന്ന് ഒരുപാട് വിശേഷങ്ങളുള്ളൊരു ദിവസമായിരുന്നു. ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് വിരുന്നുകാരുണ്ടായിരുന്നു. വിരുന്നുകാർ എന്ന് പറയാൻ പറ്റില്ല, നമ്മളെ വീട്ടുകാരനെയാണ്, നമ്മളെ കുട്ടികളാണ്. ഇന്നാൾ വന്ന കൊണ്ടോട്ടുള്ള ഏടത്തിയമ്മയും കുട്ടിയും കൂടിയായിരുന്നു. അപ്പോൾ നമ്മളെ സ്കൂളിൽ വെച്ചിട്ടൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. SLCക്ക് 9A+ വാങ്ങിയിട്ടുണ്ട്. 9A+ഉം ഒരു Aയുമായിരുന്നു. അപ്പോൾ അതിനോട് പാലക്കോട് നിന്നാണ് ആദ്യം പഠിച്ചത്. ഇപ്പോഴല്ലേ അവിടെ പോയത്. 2ാം ക്ലാസ് വരെ 1ഉം 2ഉം നമ്മൾ പാലക്കോട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ആണ് സമ്മാനം കൊടുത്തത്. പിന്നെ ഇവിടുന്ന് ഒരു പോയതാണ്, പിന്നെ ഏട്ടൻ മരിച്ചതിൻ്റെ ശേഷം. അപ്പോൾ അങ്ങനെ ഒരു വരുന്നുണ്ട്. പിന്നെ അമ്മ അമ്പലത്തിൽ പോയിരുന്നു. ഞങ്ങൾക്ക് മലപ്പുറം വരെ പോവാണ്ടിരുന്നു. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. പിന്നെന്താ, പിന്നെ അപ്പോൾ സ്കൂളിൽ പോയിട്ട് ഉച്ച വരെ ഉണ്ടെന്നുള്ളൊന്ന്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ളൊരു ദിവസമാണ്. അപ്പോൾ നമുക്ക് നമ്മളെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പോൾ അപ്പൂസ് ഇന്ന് സ്കൂളിലേക്ക് പോവാതെ റെഡി ആയിക്കൊണ്ട് നിൽക്കണേ. അപ്പൂസ് ഒരു ഹായ് കൊടുത്തിട്ട് സ്കൂളിൽ പോവാണ്. യൂണിഫോം ഒന്നും അടിച്ചിട്ടിട്ടില്ല. അപ്പോൾ പഴയ യൂണിഫോം തന്നെയാണ് ഇട്ടത്. ഇവർക്ക് ഇനി മാറ്റമൊന്നുമില്ല. 9ാം ക്ലാസ് അല്ലേ, 8ാം ക്ലാസ് വരെ മാറ്റമുണ്ട്. 5 മുതൽ 8 വരെ ഇപ്പോൾ വേറെ കളറായിട്ടുണ്ട്. ഇവർക്ക് പഴയ തന്നെയാണ്. ഇനി പുതിയത് വേണമെങ്കിൽ ഇടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് മതി. എല്ലാ കുട്ടികളും ഇതാകുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ അപ്പൂസായിട്ട് മാറണ്ട വിചാരിച്ചു. അപ്പൂസിനെ സ്കൂളിൽ പുതിയത് ചെയ്യുന്നതുമാണ് കഴിഞ്ഞ വർഷം. അപ്പോൾ ഇതാ ഒരുങ്ങി നിൽക്കണേ. 8:15 ഒക്കെ ആയി. 8:45 ഉള്ളിൽ ബസ് വരും. പോവാൻ നിൽക്കണേ. അന്ന് 1 മണി വരെ ഉള്ളൂ. നമുക്ക് വിരുന്നാരുണ്ട്. നമ്മളെ അടുത്തമ്മ കുട്ടി വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് വരും. പെണ്ണിന് കുട്ടിക്ക് SLCയിൽ മാർക്ക് ഉണ്ടായിട്ട് നമ്മളെ സ്കൂളിൽ നിന്ന്, പാലക്കോട് സ്കൂളിൽ നിന്ന് മൊമെന്റോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടമ്മയും കുട്ടിയും വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോവാൻ മലപ്പുറം, നമ്മള് മലപ്പുറത്തേക്കാണെന്നല്ലേ. അപ്പൊ ചെറിയ 2 പരിപാടികളുണ്ട്. പിന്നെ വരുമ്പോ ഡോക്ടറെ കാലിന്റെ നീര് ഡോക്ടറിനെ കാണിക്കണം. എല്ലാം കൂടി ആയിട്ട് ഇറങ്ങണം. കാരണം എന്താ അറിയോ, ഇനിയിപ്പോ മഴ ഇങ്ങനെ അടച്ചാല് ചിലപ്പോ ടാപ്പിങ് തുടങ്ങും. അത് തുടങ്ങിയതിന് ശേഷം പിന്നെ പുറത്തേക്ക് പോലെ അപൂർവമാവും. 12 മണിയൊക്കെ ആവും. പിന്നെ വെട്ടലും പാലൂറ്റലും എല്ലാം കഴിഞ്ഞിട്ട് എത്താന്, ഷീറ്റടിക്കലും എല്ലാം കൂടി. അപ്പോൾ ഇന്ന് എല്ലാത്തിനും കൂടി ഇറങ്ങാന്ന്. അപ്പോൾ ഒരു ഒഴിവൊക്കെ കാണാണ്ട് മഴയ്ക്ക്. അപ്പോൾ അങ്ങനെ പോവാൻ നിൽക്കുകയാണ്. പപ്പൂസിന് ഇന്ന് ഒരു ബുക്ക് കൊടുത്തയക്കുന്നുള്ളൂ. സ്കൂളില് കുറെ ബുക്കൊന്നും നമ്മൾ കാണിച്ചെടുത്തില്ല. ഇതൊക്കെ നല്ല രാത്രി ഇരുന്ന് പൊതിഞ്ഞതാട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത് കവറിന്റെ പൊതിയാട്ടോ. എന്നാലേ ഉള്ളൂ അപ്പൂസിന്റെ മഴയൊന്നും നനയാത്തക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി വാങ്ങിയതാണ്. അപ്പോൾ 12 നോട്ട് ഉണ്ട് ഇപ്പൊ. ഇത് അപ്പം വെച്ചാല് ഇന്നൊന്ന് റഫായിട്ട് കൊണ്ടുപോകണം ഒറ്റൊന്ന്. പിന്നെ അപ്പൂസിന്റെ ബാഗ് ഉണ്ടില്ലേ, ഇതൊന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല. എന്താ വെച്ചാല് പിന്നെ ഓരോരോ വിശേഷങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് പോവും. അപ്പോൾ ഇത് 700 രൂപേൻ്റെ ബാഗാട്ടോ. നല്ല ബാഗാണ്. കുറേ അറകളൊക്കെ ഉണ്ട്. ഇതിൽ ഏത് ബുക്കാ വെക്കണ്ടേ? അപ്പൊ ഏതെങ്കിലും ഒരു ബുക്ക് വരല്ലാത്ത വരള്ളതാ. പെണ്ണ് കുറെ ഉണ്ടല്ലോ അപ്പൂസിന്. അപ്പൂസിന് പെണ്ണ് ഞാൻ അതേപോലെ 60 രൂപ കൊടുത്തപ്പോൾ ഇങ്ങനെ ഒരു ബോട്ടിൽ പെണ്ണ് കിട്ടിയതാണ്. എനിക്ക് ഈ പെണ്ണുണ്ടല്ലോ, ഇത് 20 ഉണ്ട്. അപ്പോൾ പെണ്ണ് എന്തായാലും അത്യാവശ്യമല്ലേ. പെണ്ണെടുത്ത് വെച്ചോ? ഏത് കളറെടുത്തേ? ഇഷ്ടംപോലെ കളറുണ്ട്. ഇത് 2 പ്രവേശിച്ച പേപ്പർ കടലാസിന്റെ പെണ്ണുണ്ട്. കടലാസ് പേരേട്ടത്. കടലാസിന്റെ രസമാണ്. ഇത് നാളെ പ്രവേശിക്ക കോഴിക്കോട് നിന്ന് കൊടുന്നാണ്. ബാക്കിയെല്ലാം കഴിഞ്ഞു. ഈ 2 ഉണ്ട്. പക്ഷെ എഴുതാൻ നല്ല സുഖമുണ്ട്. ഒരു പെണ്ണെടുത്ത് 2 ബാഗിലാക്കിണ്ട്. ഞാൻ വിചാരിച്ചെടുത്തില്ലാന്ന്. പിന്നെ ബോക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ വർഷത്തെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ പഴയതാണ്. കടലാസ് പെൻസിലുണ്ട്. കറിപ്പാത്രം ഉണ്ട്. പിന്നെ കറിയൊന്നും കൊണ്ടോണ്ട. കറിക്ക് ഇപ്പൊ ഇനി നാളെ തൊട്ടൊക്കെ ഉള്ളു ക്ലാസ് ഉണ്ടാവുക. രസത്തിനോ? അപ്പൊ ഞാൻ എന്റെ ചായയും കടിയൊക്കെ അടുപ്പത്തുണ്ട്. ഉള്ളി വാട്ടിയത് അമ്പലത്തിൽ പോയതാണ്. എന്താ കടി? കടി അത് ചോറിന് വെള്ളം വെച്ചതാട്ടോ. അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അമ്മ വരുമ്പോഴേക്കും ചോറാക്കിയാല് അമ്മ വന്നിട്ട് കഷ്ടപ്പെടണ്ടോ വിചാരിച്ചു. കുട്ടികളും വരും. പിന്നെ ഞാൻ തേങ്ങാച്ചോറാക്കിയാണ്ടോ ഒന്ന് കടി രാവിലെ തന്നെ. തേങ്ങാച്ചോറ് പറഞ്ഞ തേങ്ങാച്ചോറ്, ഉള്ളി, ഉലുവ, നാളികേരൊക്കെ ഇട്ടിട്ട്. പിന്നെ അതിക്കൊരു ഒരു ടേസ്റ്റ് ഉള്ളീൻ്റെ കേട്ടോ. ഉള്ളി കിഴങ്ങോട്ടിട്ട് ഇങ്ങനെ ആയാലും അപ്പൂസ് ഇതും കൂട്ടിയിട്ട് തിന്നും. ചിക്കൻ ഇല്ലാന്നുള്ളൂ കേട്ടോ. കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട്. ചോറിന് വെള്ളമാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോഴേക്കിന് ഇതൊക്കെ ആക്കി സമാധാനത്തിൽ പോവാന്ന് വിചാരിച്ചു.
അപ്പൂസ് മുടി ഒക്കെ നേരിട്ടേ യൂണിഫോം കിട്ടില്ല അതാ മെയിൻ പ്രശ്നം. നാളെ കിട്ടുമല്ലേ? ഇന്ന് കിട്ടും. ഇന്ന് ഞാൻ 1 മണി വരെയുള്ളൂ ക്ലാസ്. അപ്പൊ പിന്നെ ഞാൻ ടീച്ചറോട് പറഞ്ഞു ഇങ്ങനെ കൊടുത്തതാണെന്ന്. അപ്പൊ ടീച്ചർ അന്ന് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. പിന്നെ രാത്രി മെസ്സേജ് ഇട്ടിട്ടുണ്ട് യൂണിഫോം നിർബന്ധമാണെന്ന്. അപ്പൊ പിന്നെ പഴയതിട്ട് വിടാന്ന് വിചാരിച്ചിട്ടാണ് ഈ പഴയതിട്ട് പോണത്. നാളെ പുതിയതൊക്കെ ഇട്ട് പറഞ്ഞേക്കാം. നാളല്ലേ ശരിക്കും പഠിപ്പൊക്കെ തുടങ്ങുന്നത്. അപ്പൊ അങ്ങനെ നമ്മളെ ചായ ആയി. ചായ കുടിക്കാൻ പോവാട്ടെ ഞങ്ങള്. ചായ കുടിച്ചിട്ട് അമ്മ ഒരു 9 മണിയാകുമ്പത്തിന് വരും. അങ്ങനെ കൊണ്ടുവരാൻ പോട്ടെ. എന്നിട്ട് വേണം നമുക്ക് മലപ്പുറം പോവാൻ. അപ്പൊ എന്നാലും അപ്പൂസ് എന്താ കാട്ടുന്നുണ്ട്? എന്താണ് ബോക്സ് ഒക്കെ? അതാ നിങ്ങള് വരുന്നുണ്ട്. അപ്പൊ വേഗം മോർന്ന് മാറി. എന്തിനാ മടിക്കണേ? ഇതാ ഒരു ബോക്സ് ഇതിന്റെ യൂണിഫോം പുതിയ കിട്ടൂസേ. ഇതിലുണ്ട് യൂണിഫോമേ പുതിയ കിട്ടോ? വാച്ചിട്ടണ്ടേ പുതിയത്? വാച്ചൊക്കെ ഇപ്പൊ ഒന്ന് കെട്ടിയാല് മുടിയൊക്കെ ഫ്രീക്കാക്ക്. വലിയ ചാർജില്ലേ? ആ മുടിയൊക്കെ ഇന്നലെ വെട്ടി സൂപ്പറാ. വല്ല മോഡല് വേണ്ട, ഇഷ്ടല്ല. എല്ലാ സാധനവും എനിക്ക് ഇഷ്ടമുള്ളത് നല്ലത് ഒരു ബോക്സിക്കാക്കി എടുത്താൽ മതി കേട്ടോ. ഇതിലുള്ളത് നോക്കിയാ എനിക്ക് വേണ്ട പോലെ ചെയ്യും. ഉണ്ണിക്കണ്ണോട് പറയും പോവാണ് സ്കൂളിലേക്ക് പറഞ്ഞിട്ട് പോട്ടോ. അപ്പൊ നമ്മള് ചായ കുടിക്കട്ടെ. കട്ടേക്കാലായിട്ടോ 40 ആകുമ്പോഴേക്കാണ് ബസ് വരിക. അപ്പൊ കുറച്ച് നേരത്തെ പോയിന്നാലും വേണ്ടില്ല, ബസ് കറക്റ്റ് സമയത്ത് ഒരാടെ എത്തിയാല് സമാധാനല്ലേ. എന്നാ വാ ചായ അടിക്കാനേ. അപ്പൊ ഞാൻ ചായ എടുക്കട്ടെ. വെച്ചിട്ടല്ലേ ഉരുകും. ഞാൻ കേട്ടെ ഞാൻ അപ്പൊ സഹിക്കില്ലേ. ചായയുടെ കഴിഞ്ഞു. അതിന്റെ ചായയുടെ കഴിഞ്ഞിട്ടോ. ഇപ്പൊ ഇവിടെ ബാക്ക് ഒന്ന് ചുരുണ്ടിട്ട് ബസ്തിരിട്ടാണ്. ഒരു നല്ലതുണ്ട്. ഇത് 8ാം ക്ലാസ് പഴയതാണ്. ഫസ്റ്റ് ചേർന്നപ്പോ വാങ്ങിയതാ. ഒഴിവാക്കിയതായിരുന്നു കേട്ടോ. ഇറക്കാൻ കുറച്ച് കുറവായിട്ട്. ഇങ്ങനെ എല്ലാ സ്ഥിരം കൊണ്ടാ. അപ്പൊ പിന്നെ അളവിന് കൊടുത്ത കാരണേ ഇന്നേ കിട്ടുള്ളൂ. ഇന്നൊരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പൊ പിന്നെ പഴയത് എടുത്തിട്ട് ഇങ്ങനെ കാട്ടുകയാണ്. ആ സാധനമാക്കണ്. അതുകൊണ്ട് ആദ്യം വട്ട് ഇല്ലേ നമ്മള് ഇങ്ങനെ ഈ കളിച്ചേന്ന് പണ്ട് ഓർമ്മല്ല വണ്ടി ഉണ്ടാക്കിയാണ്ട്. അത് ഈ മുളേന്റെ ഇതൊക്കെ അല്ലേ ചേച്ചി? മുളേന്റെ എന്താ പറയാ ആ ഇല്ലൊക്കെ വെച്ചിട്ട് അങ്ങനെ വട്ടിയായിരുന്നു. ഇപ്പൊ കുട്ടിയൊക്കെ നിക്ക. അപ്പൂസ് നിച്ചണ്ടേ? നിച്ചല്ല. ഓനൊക്കെ ആ വലിയ 250 JCB അല്ലേന്ന് കൂടുതലേ. മതി ചുളിവ് തീർന്നല്ലോ. ഇവിടെ മാത്രം അവിടെ നിന്ന് ചുളിവ് തീർത്തല്ലോ. ഇവിടെ നൂരിനില്ല അപ്പൂസ. നൂരില്ല, ഞാൻ നിർത്തരാ കൊണ്ട. ബസ് തന്നെ അപ്പൂസ 8:55 വാച്ച് ചാർജ് ഉണ്ടോ? നമ്മളെ മാളത്താത്ത അയച്ചെന്ന വാച്ചല്ലേ അപ്പൂസ ബർത്ത്ഡേക്ക്? എന്താണ് അങ്ങോട്ട് ഉണ്ടാക്കേണ്ടത്? ബസ് ഇറങ്ങി വരുമ്പോ പുതിയ കൊടല്ലേ? അല്ല, കഴിഞ്ഞ വർഷത്തെ. നല്ലതാണ് വല്ലാതെ ഉപയോഗിച്ചിട്ടില്ല. ഒരിനെ ഒന്നിനൊക്കെ എത്തും. അപ്പൂസ് എത്തോട്ടോ. ആ സമയത്തിന് എനിക്ക് പോയിക്കോ. ബാഗ് പുറത്തിട്. കുറവാണ് അല്ലേ? അവിടെ ഇട്ടോളും. അവിടെ റോട്ടിലൊക്കെ വിടും. ഇനി അതിലെങ്ങനെ പോയിട്ട് ബസ് ഇതിലേ പോവാ. അപ്പൊ ബസ്സിൽ നിന്ന് ഇങ്ങോട്ട് നോക്കും. എന്നിട്ട് എന്നോട് അറിയാം. ഞാൻ പറഞ്ഞു ജില്ല നോക്കലുണ്ടല്ലേ ബസ്സിൽ പോകുമ്പോ പറയണേ അമ്മ എന്തിനാ എന്നെ നോക്കിക്കിടുന്ന്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പോകുമ്പോ ഇവിടുന്ന് ടാറ്റെടുക്കാൻ നിൽക്കുറോ. 2 മാസം ഭയങ്കര അടങ്ങാറാണ് പറഞ്ഞിട്ട്. എന്താ സ്കൂളിക്ക് പോകല്ലേ? 2 മാസം ഇങ്ങനെ വികൃതി ഇങ്ങനെ പറയിപ്പിച്ചോണ്ട് നിക്കും. പക്ഷെ എന്താ എന്നോടും അമ്മേനോടാണ് അങ്ങനെ കൂടുതൽ കാണിക്കുക. അമ്മയോടാ കൂടുതൽ കേട്ടോ. എന്നിട്ട് ഉള്ള ചീത്തൊക്കെ പറയുണ്ടാവും. പിന്നെ ഓൻ ഒറ്റ കുട്ടിയല്ലേ, ഓന് കൊഞ്ചിക്കും ചെയ്യും. അതേപോലെ ഓന് ഞങ്ങളെയും കളിപ്പിക്കാൻ വേണ്ടി കാട്ടും. ഞങ്ങൾ ദേഷ്യം പിടിപ്പിക്കാനേ.
അപ്പോൾ ഞങ്ങൾ വേഗം ഒരുങ്ങട്ടെ, അമ്മേനെ കൊണ്ടുവരണ്ട്. ഞങ്ങൾക്ക് പോവാനായി പറഞ്ഞില്ല, മലപ്പുറം പോവാണ്ട് മുറ്റം അടിക്കാണ്ട് പരിപാടികൾ കുറേ ഉണ്ട്. ചോറടുപ്പത്തിൽ വേവാനായി. ഫസ്റ്റ് അമ്മേനെ പോയി കൊണ്ടുവരാം കേട്ടോ. ഇന്ന് ഒരുപാട് തിരക്കും ഇതുള്ള ദിവസമാണെന്ന്. കുറച്ച് തിരുമ്പിടാണ്ട് അത് വന്നിട്ട് ചെയ്യാം, കാരണം സമയമല്ല കേട്ടോ. ജോമ്പണിയന്ത്രം ഒരുങ്ങി നിൽക്ക്. എന്നാല് ഞങ്ങള് മലപ്പുറം പോകാൻ നിൽക്കുകയാണ്. അമ്മ അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ വരുന്നിട്ടുണ്ട്. അപ്പൊ അമ്മ എന്തെങ്കിലും ഒരുക്കട്ടല്ലേ, ഞാൻ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരാം. അപ്പൊ പോയാ കഴിഞ്ഞില്ല ചേച്ചി, സമയം കുറേ സമയം കുറേ 9:00 പോണെന്ന് പറയുന്നു. പിന്നെ ഇങ്ങനെ നിന്ന് ഓരോ നിർത്തുന്നില്ല. പായസല്ലേ അമ്മ? പായസം ഉണ്ട്. അപ്പൊ ഞങ്ങള് വന്നിട്ട് കഴിക്കാം, അല്ലെ കുട്ടിയൊക്കെ കൊടുക്കട്ടോ വരുമ്പോ. നമ്മള് പോയി വന്നാലോ? നമ്മളെ മലപ്പുറം ടൗൺ, നമ്മളെ മലപ്പുറം. ഇവിടെ ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കണ്ടേ? ആ ചായ കുടിക്കണോ? രാവിലെ ഇറങ്ങിയതല്ലേ. ഭയങ്കര മഴ ചെയ്തിട്ടോ മലപ്പുറത്തേക്ക്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാണ്. ഭയങ്കര വിശപ്പ്. 1 മണിയൊക്കെ ആവാനായി. 1 മണിയാവാനായില്ലേ? ഏതൊരു ഹോട്ടലാണ്, നമ്മൾ പേരൊന്നും അറിയില്ല. ഇരുമ്പുഴി കഴിഞ്ഞിട്ട് മലപ്പുറം. അപ്പൊ കൊറേ ഹോട്ടൽ തെരഞ്ഞ് ഇപ്പോഴാണ് കിട്ടിയത്. ഭയങ്കര വിശപ്പില്ല. ഇപ്പം ഭക്ഷണം കഴിക്കാൻ എന്താ ഹോട്ടലിന്റെ ചിക്കൻ ബിരിയാണി പറഞ്ഞു. ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെന്നിട്ട് നമുക്ക് അവിടെ പരിപാടി ഉണ്ടാക്കണം. ചെറുത് എടുത്തമ്മയൊക്കെ വന്നിട്ട്, കുട്ടികൾ വന്നിട്ട്. അപ്പൊ ഇപ്പൊ ഈ വിശപ്പിലോട്ട് എത്താൻ കുറച്ച് പ്രയാസമുണ്ട്. അപ്പൊ കുറച്ചെന്തെങ്കിലും കഴിച്ചിട്ട് പോവാ വെച്ചിട്ടാ. പോകുമ്പോ വാങ്ങിട്ട് പോണം. അങ്ങനെയുണ്ട്. ടേസ്റ്റ് പറയണ്ട ഫസ്റ്റ്. ചൂടാണ്. ആപ്പ് പറഞ്ഞിട്ടുള്ളൂ. നല്ല ചൂടുള്ള സാധനം ഇപ്പൊ കഴിക്കാം. എങ്ങനെയുണ്ട് സ്കൂള്? ജോഗ്രഫി, എങ്ങനെയുണ്ട് ക്ലാസ്? അടിപൊളിയാ? അടിപൊളിയാ? ടോട്ടൽ എത്ര? ഇവിടെ നോക്ക്. അടിപൊളിയാ? എന്താ ബുക്ക് കിട്ടിയോ? ബുക്ക് കിട്ടിയേ, കണ്ടോ? എല്ലാ ബുക്കും കിട്ടില്ലേ? ബുക്ക് കിട്ടി. ഇനി യൂണിഫോം വാങ്ങാൻ പോണം. ഞങ്ങൾ വന്നപ്പോഴേക്കും ഇവിടെ വിരുന്നാലും എത്തിയിട്ടുണ്ട് കേട്ടോ. പ്രജിലടുത്തമ്മയും അമ്മും വന്നിട്ടുണ്ട്. ഞങ്ങൾ ചോറൊക്കെ ഉണ്ടു. ചോറും ചിക്കൻ കറി അല്ലേ അമ്മ? പിന്നെ അമ്മൂന് സമ്മാനം കിട്ടിയിട്ടുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. നമ്മ പെട്ടെന്ന് പോയി എന്നിട്ട് കാണിക്കാം. ഞങ്ങൾ പോയി വരാട്ടോ, വേഗം വരാട്ടോ. ഇപ്പൊ വിരുന്നാര് നമ്മളെ കുടുംബക്കാരടുത്തേക്കൊന്ന് പോയി വന്നിട്ട് കാണാന് കിട്ടിയില്ലേ പൂസ പുതിയത്? ഇതിലെന്തൊക്കെ എഴുതി? എന്തേലും പറഞ്ഞോ? നാളെ വൈകുന്നേരം വരണ്ടോ? ചെറുപ്പുണ്ടാവുള്ളൂ. ചോറോ? ചോറ് ഇല്ല. ഞാൻ ചോദിക്കാം. എത്ര ബുക്കാണ്? 5ഉം 6ഉം 12. ഈ ബുക്കിനൊക്കെ 228. 228 ടീച്ചറോട് ചോദിച്ചോക്കാം. അതില്ലേ എന്തില്ലാന്ന് ക്യാമറ പിടിച്ച് കണ്ടിട്ടാണ്. നമുക്ക് മാറ്റിക്കോട്ടെ. അപ്പൊ ഞാൻ ചോറ് വേണ്ട. അപ്പൊ നമ്മളെ സ്പെഷ്യല് രാവിലത്തെ നെയ്ച്ചോറ് കഴിഞ്ഞല്ലോ. ബിരിയാണി, തേങ്ങാച്ചോറ്, ബിരിയാണി എന്നല്ലേ. നമ്മളെ ചിക്കൻ കറിയോട്. നമ്മളെ ചിക്കൻ കറി കാണിക്കാം. സ്ഥലമില്ലാത്തോണ്ട് ഭയങ്കര പ്രശ്നമാണ്. ചിക്കൻ കറി ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല. അല്ലെങ്കിൽ ഉണ്ടാക്കിയിരുന്നു. അല്ലെങ്കിൽ നമ്മളെ നെയ്ച്ചോറിൽ ഉണ്ടാക്കിയതും കുട്ടികളെ വരുന്നതാവുണ്ട്. കഴിക്കാം. ഇപ്പൊ ഇനി പെണ്ണിന് കിട്ടിയ ഇതേടമ്മ, പെണ്ണിന് ഇട്ട ഗിഫ്റ്റ് ഇടെ എന്താക്കണം? നമ്മളെ കുട്ടി കിട്ടിയ ഗിഫ്റ്റ് ഗ്ലാസിന്റെ ആണ്. ആരാധ്യൊക്കെ ഇനി ഒരു വരട്ടല്ലേ. അപ്പൊ നമ്മള് ഒരു വന്നിണ്ട് അവിടെ. നമ്മളെ വിരുന്നുകാര് ഒരു പോവാൻ നിൽക്കാണ് കേട്ടോ.
ഒരു ചെറിയ കുട്ടീനെ കൊണ്ടുവരാത്ത കാരണേ സ്കൂളിൽ എത്തുമ്പോഴേക്കാണ്ട് എത്തണം എന്ന് പറഞ്ഞു. എന്നാലും എത്തണ്ടാവില്ല, കാരണം കൊണ്ടോട്ടി എത്തണ്ടേ. അപ്പൊ എന്നാ വേഗം ചായക്ക് കടി ഉണ്ടാക്കുന്നുണ്ട് പൊക്കവട കേട്ടോ. നമ്മ സ്ഥിരം പരിപാടിയാണ്. അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ പത്തനംതിട്ടുള്ള ചെറിയ ഫ്രണ്ട് വിളിച്ചു. അതെ, ആദ്യമായിട്ട് നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആൾക്ക് നമ്മളോട് ഇഷ്ടമായിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട്. പേര് മറന്നേ, പേരിനോട് പറഞ്ഞിട്ടില്ല. അതാ ഞങ്ങളോട് ഇടയിൽ ചോദിച്ചാൽ ചോദിച്ചിട്ട് ഇനി വിളിക്കും. വിളിക്കുമ്പോ ചോദിക്കാല്ലേ. ആളിപ്പോ സുഖമില്ലാതൊക്കെയാണ്, പനീസ് ഒക്കെ ആയിട്ട്. അപ്പൊ ഭയങ്കര ഞങ്ങൾക്കും ഒരു ഇടങ്ങേറായിട്ടോ, കാരണം ആളൊരു ഒറ്റപ്പെട്ട ഇങ്ങനെ വയ്യായികയൊക്കെ വരുമ്പോഴല്ലേ നമ്മളെ അച്ഛനെയൊക്കെ നമ്മൾ ഓർത്ത് പോവുക. ഓരൊപ്പം ഉണ്ടെങ്കിലോന്ന് ഓർക്കൂലേ. ഇപ്പൊ സുഖമില്ലായിരിക്കാണ്. ഇപ്പൊ എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കുക. അതെ, ആൾക്ക് വേണ്ടിട്ടൊന്ന് പ്രാർത്ഥിക്കാട്ടോ. ആള് കാരണം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് സുഖം, ടൈഫോയിഡ്, കണ്ടപ്പോ മൂത്രക്കല്ല്, അസുഖാണ്, അസുഖങ്ങളുണ്ട്. അപ്പൊ ഇപ്പഴും വിളിച്ചു വെച്ചതേ ഉള്ളൂ. അപ്പൊ അത് കേട്ടപ്പോ ഒരു ഇടങ്ങേറ്, നമ്മളാർക്കായാലും ഒരു ഇങ്ങനെ നമ്മോട് വിളിച്ച് നമ്മളോട് അന്വേഷിക്കണൊക്കെ നമ്മളെ കുടുംബക്കാരായി. പിന്നെ എല്ലാരും നമ്മളെ ഫാമിലി. അപ്പൊ നമുക്ക് ടെൻഷനാവും. അപ്പൊ സൗണ്ട് ഉണ്ടാക്കല്ലോ നമ്മളെ എടുത്തുമേ കുട്ടിക്കും പൊക്കവട ഉണ്ടാക്കണം. സദാ ഉള്ളി ഇട്ടിട്ട് ഉള്ളിയും കടലമാവും നമ്മള് നാളെ ഒരു അടിപൊളി ഐറ്റംസ് ആയിട്ട് വരുന്നുണ്ട്. നമ്മള് പുതിയ കണ്ടാണ് അല്ല, ഉള്ളി കൊണ്ട് ഉള്ളി കൊണ്ട് തന്നെയാണ് പുതിയൊരു ഐറ്റംസ്. അടിപൊളിയാണ്. അത് ഇന്ന് ഉണ്ടാക്കണം വിചാരിച്ചു. പക്ഷെ അപ്പോഴേക്കും ഞാൻ അമ്മേനോട് പൊക്കവടക്ക് അരിയാ പറഞ്ഞിട്ട് ചോപ്പറിൽ ഇട്ടിട്ട് പൊടി ആക്കി. ഞാന് അമ്മൂനത് കൊടുക്കരുത്. ഇനിയിപ്പോ എന്താ ചെയ്യാ. അപ്പൊ ഇന്നിപ്പോ നാളെ നമുക്ക് ആ ഐറ്റംസ് ഉണ്ടാക്കാം. ഇത് കൊണ്ടുവരുള്ളതൊക്കെ അപ്പൊ ഇത് കൊണ്ടുവരാട്ടോ. ചായ ഉണ്ടാക്കിയിട്ടില്ല, അത് ആയിക്കോണം. അത് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നമ്മളെ പൊക്കവടയും ചായയൊക്കെ കുടിച്ചു എല്ലാം കഴിഞ്ഞ് എല്ലാരും ഓരോ വഴിക്ക് പോയി. ഏട്ടനും പോയി. അങ്ങനെ നമ്മളെ പിന്നെ എന്താ കുട്ടിക്ക് പേര് എന്താണ്, ശ്രീഹരി എന്ന ശ്രീഹരി. അപ്പൊ നമ്മളെ വിളിച്ചേന്നല്ലോ. പേര് ശ്രീഹരി എന്നാണോ? ഞാൻ ഏട്ടനോട് ചോദിച്ചേ നമ്മളെ വിളിച്ച സമയത്ത് എന്താ പേര് വെച്ചപ്പോ ഏട്ടന് പേര് അത്ര ഓർമ്മ കിട്ടില്ല. കാരണം ഒറ്റ വിളി വിളിച്ചിട്ടുള്ളൂ. വേറെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് പേര് ചോദിക്കാൻ വിട്ടുപോയതാ. ആദ്യമായിട്ട് വിളിക്കാണ്. അത് പറഞ്ഞു നേരത്തെ നമ്മള് വിളിച്ചു. എന്താ പനി ഒക്കെ അസുഖങ്ങളൊക്കെ ആണ്. അപ്പൊ ഇവിടെ ഗൾഫിൽ വന്നൊക്കെ അസുഖമായിരുന്ന പനിയാണ് കാര്യമായിട്ട് എന്തൊക്കെ. അപ്പൊ എന്നാലും ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ട്. അപ്പൊ അവനും വേണ്ടി എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കും. നമ്മള് നേരത്തെ പറഞ്ഞു അടുക്കളേന്ന്. എന്നാലും അമ്മ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചതാട്ടോ. നമ്മളെ വിഷമം, ഒരാളെ വിഷമം നമ്മളീ വിഷമാണ്. ഒരു ഗതിയുടെ അങ്ങനെ. അതെ, കാരണം ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കല്ലേ, അച്ഛനും അമ്മയും ഇല്ല. ഒറ്റയ്ക്ക് വെച്ചാല് പിന്നെ അപ്പോഴാണല്ലേ ഇത് ഓർക്കുന്നത്. ഇപ്പോഴാണ് ഈ 2 ദിവസമായി നമ്മളെ ഈ ചാനൽ കാണുന്നത്. അപ്പൊ കണ്ടപ്പോ നമ്പർ കിട്ടി വിളിച്ചത്. അങ്ങനെ കേട്ടോ. അപ്പൊ നമ്മള് വീഡിയോ നിർത്തണം കേട്ടോ. അപ്പൊ അതിന്റെ മുന്നേ അമ്മക്ക് 2 വരി പാട്ട് പാടണം എന്നുണ്ട്. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു. അടിപൊളി. അപ്പൊ കുറച്ച് ദിവസമായിട്ട് പാട്ടൊന്നും പാടില്ല കേട്ടോ. ഓരോ തിരക്കാവും, അല്ലെങ്കിൽ പാട്ട് പാടാനുള്ളൊരു ഇതാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ നമ്മളെ വീഡിയോ നിർത്തുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.